ശുഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലം 5-ാം വെള്ളി കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. കളയും വിളയും സംബന്ധിച്ചുള്ള വലിയ ഒരു സുവിശേഷ ഭാഗം. പണ്ട് നമ്മളെല്ലാവരും കേട്ടിരിക്കാവുന്ന ഒരു കഥ ഇപ്രകാരമാണ്. ഒരമ്മയുടെ 2 മക്കൾ. അതിൽ മൂത്തവൻ, അവൻ കൃത്യം രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. പഠിച്ച് ഒരുങ്ങി സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലും അവൻ നല്ല നിലവാരം പുലർത്തുന്നു. അവന് സിവിൽ സർവീസിൽ ചേരണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹവും. പഠനത്തിൽ നന്നേ മിടുക്കൻ. ഇളയവൻ, അവൻ വളരെ താമസിച്ച് സ്കൂളിലേക്ക് ചെല്ലുന്നു. സ്കൂൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകുന്നു. വീട്ടിൽ വന്നിട്ടും അവൻ ഒന്നും തന്നെ പഠിക്കുന്നില്ല. സമൂഹവും ലോകവും ഈ ഇളയവനെ, 2ാമത്തെ പുത്രനെ, പോഴൻ, ഭോഷൻ, ബുദ്ധിയില്ലാത്തവൻ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ്. കാലം കളയേത് വിളയേത് എന്ന് കൃത്യമായിട്ട് തന്നെ വേർതിരിക്കുകയാണ്. മൂത്തവൻ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അവനിപ്പോൾ ബീഹാർ കേഡറിൽ സിവിൽ സർവീസിൽ പാസ്സായി ജോലി നോക്കുകയാണ്. കൃത്യം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തന്നെ അവൻ അമ്മയെ വിളിക്കും. അമ്മയുടെ ചുമ എങ്ങനെയുണ്ട്, പനി എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അവനിങ്ങനെ അന്വേഷിക്കും. കൃത്യം 6:03 തന്നെ അവനിങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും. കാരണം അവന് ഒരുപാട് ജോലി തിരക്കുകളുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചുമ പിടിച്ച് വയ്യാണ്ടായിരിക്കുന്ന ഈ അമ്മയും കൂട്ടി ഈ ഹോസ്പിറ്റൽ മുറിയുടെ പുറത്ത് ടോക്കൺ എടുത്ത് കാത്തു നിൽക്കാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകം പോടനെന്ന് വിളിച്ചിരുന്ന ഈ ഇളയ മകൻ മാത്രമേ ഉള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, കളയേത് വിളയേത് എന്ന് കാലമാണ് തീരുമാനിക്കുന്നത്. സുവിശേഷത്തിലെ ഭൃത്യനെ പോലെ അവനിങ്ങനെ ഈ ഉടമസ്ഥന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ പോയി കളയങ്ങ് പറിക്കട്ടെ എന്ന്. ഉടമസ്ഥൻ അവനോട് പറയുകയാണ്, അത് കളയേത് വിളയേതെന്ന് തീരുമാനിക്കാനായിട്ടുള്ള ആ ഒരു വിവേകം ഇപ്പോൾ നിനക്കില്ല. പകരം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു തുണ്ട് ഭൂമിയാണ്. കളയും വിളയും ഒരുമിച്ച് വളരുന്ന ആ തുണ്ട് ഭൂമി. അതിനെ ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കാനും തക്ക വിധത്തിൽ നീ നിന്റെ ഹൃദയത്തെ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.